ലേഡീസ് വെയർ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് എക്സൽ സൈസ് മാനസികെട്ട് നെറ്റുകളുടെ കളക്ഷനായിട്ടാണ്. ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് മാനസികെട്ട് മോഡൽ. നിങ്ങൾക്കറിയാം, നെക്കിൽ ഇങ്ങനെ ഒരു പീസും കൂടെ കൊടുത്തിട്ട് നെക്ക് 3 പീസുകളായിട്ട് ചെയ്യുന്നത് 3 പീസ് നൈറ്റി എന്നും പറയും. നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള മാനസികെട്ട് നെറ്റുകളുടെ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന നോക്കി, നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ സൈക്കിൾ പ്രിന്റ് ക്ലോത്താണിത്. ഒരിടക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന നല്ല കോട്ടൺ ക്ലോത്താണ് കേട്ടോ സൈക്കിൾ പ്രിന്റ്. അതിൽ തന്നെ അതിന് ചേർന്ന ഒരു എക്കോബ പീസ് നെക്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് സെയിം ക്ലോത്ത് തന്നെ കൈയുടെ ഇവിടെയും നമ്മളൊരു പീസ് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഉടുക്കുന്ന ഡ്രസ്സാണ് നൈറ്റി എങ്കിൽ പോലും നല്ല വെറൈറ്റി ആയിട്ട് ഉടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി നമ്മുടെ ഡ്രസ്സിൽ വേണ്ടേ, അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഈ ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന ഓഫ് വൈറ്റ് ക്ലോത്തിൽ ഒരു അക്കോബ പീസ് നെക്കിൽ കൊടുത്തിട്ട് സെയിം ക്ലോത്തിൻ്റെ ഒരു പീസ് തന്നെ കയ്യിലും കൂടെ കൊടുത്തിട്ട് 3 പീസ് നൈറ്റി അല്ലെങ്കിൽ മാനസികെട്ട് നൈറ്റി ചെയ്തതാണേ. 2 കയ്യിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നല്ല കളക്ഷൻസ് കാണാം. ഇതെല്ലാം മാനസികെട്ട് മോഡലിൽ എക്സൽ സൈസിൽ 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ഇറക്കത്തിലും ചെയ്തിട്ടുള്ള എക്സൽ സൈസ് നൈറ്റികളാണ് കേട്ടോ. എല്ലാം നല്ല കോട്ടൺ ക്ലോത്തിലാണ്, റിംസിമിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളെല്ലാവരും കോട്ടൺ ചോദിക്കും, അപ്പോൾ പിന്നെ നമ്മൾ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് റിംസിമും പിന്നെന്താ അജ്രക്കും ഒക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറിൽ പിങ്ക് കളറിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷൻ ചേർന്ന പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ക്ലോത്താണ്, എക്സെല്ലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നെക്ക് മാനസികെട്ട് മോഡലിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓരോന്നിനും ഞാൻ പറയുന്നില്ല. 44 ഇഞ്ച് ചെസ്റ്റ് അളവും 53 ഇഞ്ച് ഇറക്കവുമാണ് നമ്മുടെ എക്സൽ സൈസ് നൈറ്റികൾ. എന്ത് ഭംഗിയാന്ന് നോക്കി കളർ കോമ്പിനേഷൻ. അടുത്തത് കാണാം. അടുത്തത് നോക്കി, നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. റിംസിമാണ് ക്ലോത്ത്, നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെയാണ് കളർ കോമ്പിനേഷനും ഡിസൈനും വരുന്നത്. എക്സൽ തന്നെയാണ് സൈസ്. ഇങ്ങനെ വരും. അടുത്തത് നോക്കി, വീണ്ടും ഒരു റിംസിം ക്ലോത്ത് തന്നെയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. എക്സൽ തന്നെയാണ് സൈസ്, മാനസികെട്ട് മോഡൽ കേട്ടോ. അടുത്തതാ ഇതേ കോമ്പിനേഷനൊക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത്. അതിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. റിംസിമാണ് ക്ലോത്ത്. ഇതാണ് ഡിസൈനും കളറും വരുന്നത്. ഈ മാനസികെട്ടെല്ലാം സെയിം ക്ലോത്ത് തന്നെയാണ് നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതും ഒരു വെറൈറ്റി അല്ലേ എന്താ. അപ്പം ഇങ്ങനെ വേണ്ടവർ ഇങ്ങനെ ചോദിച്ചോളൂ, തയ്ച്ചു തരാം. അടുത്തത് വീണ്ടും നല്ല അടിപൊളി ഒരു റിംസിം ക്ലോത്ത് തന്നെയാണ് വരുന്നത്. ഒരു കോഫി ഷെയ്ഡിലേക്ക് വന്നിട്ട് നല്ല കോട്ടൺ ക്ലോത്ത്, റിംസിമാണ് ക്ലോത്ത് കേട്ടോ. ഇതാണ് ഡിസൈനും കളറും വരുന്നത്. എക്സൽ ആണ് സൈസ്. അടുത്തത് സ്ട്രൈപ്ഡ് ക്ലോത്ത്. എപ്പോഴും നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ്. നെക്കിൽ നമ്മളൊരു പീസൊക്കെ കൊടുത്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ബേസ് കളർ ബ്ലാക്ക് ആയിട്ട് വന്നിട്ട് റെഡ് സ്ട്രൈപ്ഡ് ആണ് പോയിട്ടുള്ളത്. അതിൽ ക്ലോത്ത് നെക്കിൽ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ക്ലോത്താണ്. എക്സൽ തന്നെയാണ് സൈസ് കേട്ടോ. ഇതിൻ്റെ 4 കളർ ഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെ വരും. ബേസ് കളർ നല്ലൊരു നേവി ബ്ലൂ, അതിൽ റെഡിൻ്റെ കോമ്പിനേഷൻ, ഫ്ലോറൽ ക്ലോത്ത് നെക്കിൽ. അടുത്തത് ബേസ് കളർ ബ്ലാക്ക് ആയിട്ട് വന്നിട്ട് ബ്ലൂ സ്ട്രൈപ്ഡ് ആണ് വന്നിട്ടുള്ളത്. അതിന് ചേരുന്ന ഫ്ലോറൽ ക്ലോത്ത് നെക്കിലും. എക്സൽ സൈസ്. ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേഗം ഓർഡർ ചെയ്തോട്ടെ. ഇത് കണ്ടോ, അഴുക്കായാലും അറിയാത്ത രീതിയിലുള്ള കളർ കോമ്പിനേഷനാണേ. അടുത്തത് നോക്കിയാൽ നല്ലൊരു ഡാർക്ക് കോഫി, ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഡാർക്ക് കോഫി കളർ ബേസ് കളറായിട്ട് വന്നിട്ട് ഗ്രീൻ സ്ട്രൈപ്ഡ് ആണ് വന്നിട്ടുള്ളത്. മാച്ചിങ് ആയിട്ടുള്ള ഫ്ലോറൽ ക്ലോത്ത് നെക്കിലും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കി, ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന രീതിയിൽ സൈക്കിൾ പ്രിൻ്റ് ആണ്. എൻ്റേതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണെങ്കിൽ ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് പക്ഷേ നെക്ക് നമ്മൾ ഇതിൽ നമ്മൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു അക്കോബ പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അക്കോബ പീസ് ഈ മാച്ചിങ് ക്ലോത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ,
ഈ രീതിയിലാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വെയർ ചെയ്തെടുക്കാനാണ് എപ്പോഴും എല്ലാവർക്കും താല്പര്യം. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തത് കാണാം. അടുത്തത് നോക്കി, ഈ ഫ്ലോറൽ ക്ലോത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് ഒത്തിരി പേര് ചോദിച്ചതാണ്. നല്ല ഭംഗിയുള്ള ഒരു റെൻസിമാണ് ക്ലോത്ത്. നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂവിൽ നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറിൻ്റെയും ഗ്രീൻ കളറിൻ്റെയും വലിയ പൂക്കളുടെ ഡിസൈനാണ് കേട്ടോ. എക്സൽ തന്നെയാണ് സൈസ്, മാനസിക്കിട്ട് തന്നെയാണ്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ്. അതിൽ ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. എക്സൽ തന്നെ സൈസ്, മാനസിക്കിട്ട്. ഇതിൻ്റെയൊക്കെ തന്നെ വേറൊരു കളർ വെറൈറ്റി ഇതാ. സെയിം പൂക്കളുടെ ഡിസൈൻ, കളർ കോമ്പിനേഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഇതാ നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത്. ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ്. ഇന്ന് കണ്ടതെല്ലാം എക്സൽ സൈസ് മാനസിക്കട്ട് നൈറ്റികളുടെ കളക്ഷനാണ്. ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ല കളക്ഷനുമായിട്ട് വീണ്ടും ഉടനെ കാണാം കേട്ടോ. ഓക്കെ.